ഈ ബൈക്ക് പോകുമ്പോ 3 ആള് പോയാ മൂളിക്കൊണ്ട് വരുന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ 4 ആള് പോയാ നക്കിക്കൊണ്ട് വരുന്ന അച്ഛമ്മേ. നീ പറ. പുള്ളിക്കാരിങ്കാളി തമ്പാച്ചമ്മേ തമ്പൂരാനോ. ആദ്യം തിരുവനന്തപുരം ദൂരദർശനിൽ പടം വന്നു. അവിടുന്ന് രണ്ടാമത് കണ്ണൂര് ആകാശവാണിയിൽ പണിയുന്നു. അജമാനായിട്ട് മമ്മൂട്ടീനെ കാണുന്നുണ്ട്, മോഹൻലാലിന്. ഇങ്ങനെ ഇവരെ 4 കണ്ടാൽ മതി, അവരൊന്നും അഭിനയിക്കലും ഒന്നുമില്ല. പ്രായഭേദമില്ലാത്ത കലാവൈഭവത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിപ്പാട്ടുകളിലൂടെ സിനിമയിലെത്തിയ മുത്തശ്ശിയാണ് കാഞ്ഞങ്ങാട് മോണാച്ചയിലെ തമ്പായി മോണാച്ച. കൃഷിപ്പണികൾക്കിടയിൽ കേട്ടുപഠിച്ച നാട്ടിപ്പാട്ടുകൾ ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും ശ്രോതാക്കളെ കേൾപ്പിച്ച് പ്രശസ്തി നേടിയ 80 പിന്നിട്ട കർഷക തൊഴിലാളിയായിരുന്ന തമ്പായിയമ്മ ഇതിനകം 8 സിനിമകളിലും 2 ഷോർട്ട് ഫിലിമുകളിലും ഒരു വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട്. ഫോക്ക്ലാൻഡ് അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തമ്പായിയമ്മക്ക് ലഭിച്ചിട്ടുണ്ട്. എഴുത്തുകാരനും നാടൻകലാ ഗവേഷകനും ഗാന്ധിയൻ ആശയപ്രചാരകനുമായ സാമൂഹിക പ്രവർത്തകൻ രാമകൃഷ്ണൻ മോനാച്ചയാണ് തമ്പായിയമ്മയുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നത്. ഞങ്ങൾ ഈ തമ്പായിയമ്മനെ വിളിക്കുക ഉണ്ടിച്ചേട്ടിന്നാണ്. ഓരോ ഈ നാട്ടിൽ വിളിക്കുന്ന പേര് അതാണ്. പക്ഷെ അറിയപ്പെടുന്നത് പുറത്തുള്ള തമ്പായിയമ്മ എന്നുള്ള രീതിയിലാണ്. തമ്പായിയമ്മ അവരുടെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണല്ലേ എനിക്ക് നമ്മൾ വിളിക്കുന്ന പേരറിയാം. കുറേ അധികം സിനിമയിൽ അഭിനയിച്ചു, പിന്നെ ചാനലിൽ മറ്റേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, ഒരുപാട് പാട്ടുകൾ പാടി, പല സ്ഥലത്തും അവാർഡും അനുമോദനമൊക്കെ കിട്ടി. ഇങ്ങനെയുള്ള ആളെ പരിചയപ്പെടുത്തുക എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പോകുന്നത്. നിങ്ങളുടെ ജന്മദേശം ഇവിടെ തന്നെ? ഇവിടെ തന്നെ, മോനാച്ച. ഇപ്പൊ ഇവിടുന്ന് മാവിലേക്ക് തന്നെ ഇതേ വീട്ടിൽ തന്നെയാണ് മുമ്പ് ഉണ്ടായത്? മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇവിടെ തന്നെ. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് അബ്ബു. അമ്മയുടെ പേര്? അമ്മയുടെ പേര് മാക്കം. ഈ അച്ഛൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ്റെ നാടൻ പണി എന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ കിഴക്കാണ് അച്ഛന്റെ വീട്. നാടൻ പണി തന്നെ നമ്മളെ കൈക്കൊണ്ട് കൃഷിപ്പണി എല്ലാം തന്നെ അച്ഛന് പണി. കിഴക്ക് ആൽത്തരി. അമ്മ വീട്ടു ജോലി? അമ്മ വീട്ടിൽ. അവരാരും പാടുന്നവരുണ്ടായിരുന്നു? അച്ഛനും ഒന്നും അറിയില്ല. അമ്മ കണ്ടെത്തി ഇങ്ങനെ പണിക്ക് പോയാല് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാരും കൂടി പാടുമ്പോ അങ്ങനെ അമ്മയും പാടും. കൂട്ടത്തിൽ കൂടി പാടും. പാടി കൊടുക്കില്ല, കൂട്ടത്തിൽ പാടും. അങ്ങനെ അമ്മ പഠിച്ചു പാട്ടും. നിങ്ങൾ ഈ ചെറുപ്പം പറയുന്നുണ്ടല്ലോ, ആ ചെറുപ്പത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു? ചെറുപ്പത്തില് ഞങ്ങൾ അമ്മക്ക് 3 മക്കളാണ്. ഞമ്മക്ക് കഷ്ടപ്പാട്ട് ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പണിയെടുത്തിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരടുക്കളയിൽ നിന്നെല്ലാം അന്നേരം ഒരാൾക്ക് ഒരു കൂലി കിട്ടല്. അങ്ങനെ പണിയെടുത്തിട്ട് അങ്ങനെ ജീവിച്ചിട്ട് 3 മക്കളെ അമ്മ വിട്ടു. അച്ഛന്മാരെ അപ്പാട് പണ്ടത്തെ കാലമല്ലേ, ഇത് മക്കളെ നോക്കുന്ന മതി അവർക്കില്ല. അങ്ങനെ പോയിട്ട് 3 മക്കളെ അമ്മ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് അങ്ങനെ ഞങ്ങൾ അവരുടെ 10 വയസ്സ് പോലെ അമ്മ ഞാറ് കഴിക്കാൻ പോകുമ്പോ ഞങ്ങളെ കൂട്ടും ഈ പൊരിച്ചിടാൻ. ഞാറ് പൊരിച്ചു വെച്ചിട്ട് ഇടണം. കെട്ടുന്നത് അമ്മ കെട്ടിക്കോളൂ. നീ വേറെ പോറ്റല്ലേ, ബാക്കി ചെറിയത് 2 ഉണ്ടല്ലോ. അങ്ങനെ അമ്മ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആകുമ്പോ പിന്നെ എനിക്കും ആയി കൂലി. അത്ര വരെ എനിക്ക് കൂലി ഉണ്ടായി. 2-3 ഒരു മാസം പോലെ കൂലി തരൂല പഠിക്കാൻ. ഇത് കഞ്ഞി ചായ ഉച്ചക്ക് ഇത്ര ചക്കര മടലോ ഇതെല്ലാം വേവിച്ച് ഇത്ര കഞ്ഞീരെ വെള്ളം കിട്ടും. അത് അവരൊക്കെ കുടിക്കാൻ കിട്ടും. മറ്റൊന്നുമില്ല. അന്നേരം കഞ്ഞി ചായയില്ല, ഒന്നുമില്ല. 9 മണിയാകുമ്പോ പോയാല് 5-6 മണിയാവുന്നവരെ കണ്ടത്തില്ല. ഈ ഉച്ചക്ക് ഇത്ര കഞ്ഞീരെ വെള്ളി അന്നേരമൊന്നും ഇല്ലു. ഞാനെല്ലാം കുഞ്ഞിക്കാലത്ത്
ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഈ കൃഷിപ്പണിയാണ്. കൂലിപ്പണി തന്നെ കൂലിപ്പണി. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ കല്യാണം കഴിച്ചു. കുറച്ച് 15 വയസ്സാകുമ്പോഴേ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ അങ്ങനത്തെ അന്നത്തെ കാലം അങ്ങനെയല്ലേ. ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾ 3 മക്കളാണ് എൻ്റെ അമ്മക്ക്. അപ്പം അമ്മയ്ക്ക് 3 മക്കളെയും പോറ്റണ്ടേ. അങ്ങനെ ചെറിയപ്പോൾ അമ്മേരൊക്കെ പണിക്ക് പോവും. ഇങ്ങനെ എവിടെയല്ലോ കുഞ്ഞിനെടുക്കാനും ഇങ്ങനെ വലിയ വലിയ വീട്ടിൽ എന്നെ കൊണ്ടാക്കുകയും ചെയ്തിനമ്മ. ഒരു 10 വയസ്സ് വരെ എവിടെയല്ലോ ഉണ്ടായിനി. പിന്നെ അമ്മേരൊന്നിച്ച് കൂടി ഞാറ് പൊരിക്കാൻ പോയി. അമ്മ ഇങ്ങനെ ഓരോരു പിടി ഞാറ് അന്നേരമൊക്കെ പൊരിച്ചിടും. ഒരടങ്ങായി നെല്ലാണ് അന്നേരം കൊടുക്കൽ കൂലി. അതിനെ കൊണ്ട് അമ്മ ഈ 3 മക്കളെയും പോറ്റണ്ടേ. അങ്ങനെ പേരൻ്റെ അറിഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാൻ കൂട്ടി. സ്കൂളിൽ പോയി പഠിച്ചിരുന്നു. സ്കൂളിൽ അങ്ങനെ പോകാനും എഴുത്തൂട്ടിൽ പോവുക അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ടില്ല. ഒരു എഴുത്തൂട്ടിൽ പഠിപ്പിച്ചു. അതിങ്ങനെ പൊയ്യ കൊണ്ടുവന്നിട്ട് അതിലിട്ടിട്ട് ആദ്യം ഹരിശ്രീന്ന് അങ്ങനെ എഴുതി പഠിച്ച് ആ കുറച്ച് അക്ഷരം ഇങ്ങനെ ഓർമ്മയുണ്ട്. നാടൻ പാട്ട് ഇപ്പം നമ്മൾ നാടൻ പാട്ട് പാടുന്നുണ്ടല്ലോ. ഈ നാടൻ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ അങ്ങനെ ഒരു പാടാൻ ഇങ്ങനെ വലിയ വലിയ പെണ്ണുങ്ങളെ പാടുമ്പോ പറയും പാടും നീയും പാടും പഠിക്കണ്ടേ. നാടൻ പാട്ട് നമുക്ക് പണി പഠിക്കണ്ടേ. പാട്ട് പാടും. അങ്ങനെ അവരൊക്കെ കുറേശ്ശെ പാടുമ്പോ അവര് പറഞ്ഞു വലിയ കൂട്ടി. അങ്ങനെ അവരൊക്കെ കൂട്ടിയിട്ട് അവര് പാടാൻ പഠിപ്പിച്ചു. പിന്നെ അവരൊന്നിച്ച് പാടി പിന്നെ ആദ്യം പാടാൻ പഠിച്ചു. ആദ്യം ഒരാൾ പാടുമ്പോഴാണ് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഒന്നിച്ച് പാടല് ഒരേയൊക്കെ പിടിച്ചിട്ട്. അവസാനം പിന്നെ പാടാൻ പഠിച്ചു. അങ്ങനെ പാടാൻ പഠിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നീ പാടും നല്ല പാടല് ഇങ്ങനെ പറഞ്ഞേ ഇല്ല. അത്ര പോലെ നാട്ടിപ്പാട്ടേ അറിയൂ. നാടൻ പാട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഏത് പാട്ടായാലും ഈ പണിക്ക് ആയാസത്തിന് വേണ്ടിയാണ്. പണിയിലെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. അങ്ങനെയായിട്ട് നാട്ടിലും പാടുന്നത്. അതെ അങ്ങനെയല്ല അത് പാടുന്നത്. അപ്പൊ പണിയിൽ നമുക്ക് ആഹാരം ഒന്ന് കുറവാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടും വിളിച്ചോണ്ടും അങ്ങനെ പാട്ട് പാടി അങ്ങനെ സമയം കളയില്ല. അങ്ങനെ സമയം പോലാതെ അങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്. ഇങ്ങനെ വായിൽ കിട്ടിയ പോലെ പാടും. എൻ്റെ കാവിലമ്പാടി, പിന്നെ ഞാണിക്കരമ്പ ചന്തു, ഊർക്കാട്ട് കണ്ണൻ, ഇങ്ങനെ കുറേ ആളെ നാട്ടിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ പറയും. പിന്നെ പുല്ലാഞ്ഞോട്ട് ഉണ്ണിയമ്മ, പിന്നെ മായില ചന്തുമ്പേര്, അതെല്ലാം ഇങ്ങനെ ഇപ്പൊ പുതിയൊരു പാട്ട് ഉണ്ടാക്കി. മാടത്തെങ്കിയിലമ്മ പുല്ലൂരാളി, നമ്മളെ മരിക്കു മാടത്തിന്റെ ഒരു പുല്ലുരാളി മരിച്ചിന് തെയ്യം കോലം, ആ പാട്ട്, നമ്മളെ കാവലിന്റെ പാട്ട്, ഇങ്ങനെ എല്ലാം വഴിയിൽ കിട്ടിയ പോലെ ഓരോരു പാട്ട് പാടും. പിന്നെ പൂർച്ച പാട്ട് പാടും, ചീത്തപ്പാട്ട് പാടുന്നത് തമ്മല് അപ്പുറത്തെ കണ്ടത്തില്ലാതെ ഇപ്പറക്കാറ് അക്കണ്ടക്കാറേ വരമ്പുകാറേ ആറ്റോട് പൂച്ചോട് പൂരിയങ്ങാടി അപ്പുറം പോരിൽ വിളിക്കും. ഇങ്ങനെല്ലാം വിളിച്ചിട്ട് സമയം അങ്ങനെ പോലാണ് സമയം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ പാട്ട് എല്ലാം നാട്ടിപ്പാട്ടിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. എല്ലാം കിട്ടിയ പോലെ പാടുന്നതാണ്. പുല്ലൂരാളി. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിന്റെ കുറച്ച് പേര് പാടാം. മണലിയിലെ ചിന്തോ മല്ലോ അറിയാലോ വാട്ടുങ്കി നാളെ കൂടലല്ലേ പുല്ലൂരാമേരെ കോലത്തി നീയാത് നിക്കണേന്തമ്പൂ എടുക്കാത് കോലം ദുഃഖേയില്ല ശത്രു പൂളീറ്റും കണ്ടത്തിലല്ലാതെ പുറത്തെവിടേക്ക് നാടൻ പാട്ട് പാടിയിട്ടുണ്ട്? ആദ്യം തിരുവനന്തപുരം ദൂരദർശനിൽ പടം വന്നു. അവിടുന്ന് രണ്ടാമത് കണ്ണൂര് ആകാശവാണിയിൽ പാടിയിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരാൾ ക്ലബിലെല്ലാം ഓരോരോ പരിപാടി ഉണ്ടാകുന്നു, അങ്ങനെ വിളിക്കും, അങ്ങനെ മത്സരത്തിന് വിളിക്കും.
പിന്നെ അതിന് പ്രശ്നമെല്ലാം കിട്ടിയതുണ്ട്. അങ്ങനെ പാടി പിന്നെ നാട്ടിലെല്ലാം. സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ? ഇതിലേക്ക് എത്തിപ്പെട്ടത് ഈ നാടൻ പാട്ടിങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ കോഴിക്കാലിൽ ഒരു വിനുണ്ട്. ഓൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സിനിമ ലീലാത്തിക്കുഴയെന്ന് പറഞ്ഞു. അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഒന്നും അറിയില്ല. അങ്ങനെ ഓൻ പറഞ്ഞ പോലെ ആടെ പോയിട്ട് അങ്ങനെ ആ ഒരു സിനിമ ആദ്യം അഭിനയിച്ച് ലീലാത്തിക്കുഴ എന്ന് പറഞ്ഞു. രണ്ടാമത് ആരോ ഒരാൾ പറഞ്ഞു ഒരു ഈ നമ്മളെ അടുക്കിന്നൊരു വന്നു ജയന്റെ ഭാര്യ കാസർഗോഡ് പണിക്കുന്നത് ഒരു കുറച്ച് വയസ്സ് പ്രായമുള്ള ഒരു അമ്മ വേണമായിരുന്നു, നല്ല ഇവല്ല. അപ്പോൾ ഇവള് പറഞ്ഞു, ശ്രീജ ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മയുണ്ട്, ഇങ്ങനെ നാടൻ പാട്ടെല്ലാം ഇങ്ങനെ പാടുന്നു, എന്നാൽ ആ അമ്മേരെ ഫോട്ടോ ഒന്ന് അയച്ചാന്ന്. അങ്ങനെ ഉള്ളൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വിളിച്ചു. പയ്യന്നൂര് പിന്നെ സുരാജിൻ്റെ ഭാഗത്തേക്ക് കൊണ്ട് ആടെ സുരാജ് വിളിച്ചു. അവരെ വിളിച്ചിട്ട് ആടെ കുറേ ഇതേമാതിരി നാടൻ പാട്ട് പാടിച്ചു. അങ്ങനെ അതിലത്തേക്ക് എടുത്തു. ആണോ? ആണെന്നെ. ആൻഡ്രൂർ കുഞ്ഞപ്പൻ. അപ്പൊ ആണെന്നെ. കുറേ നാളായി വിചാരിക്കുന്നു ഭാസ്കരന്റെ കുഞ്ഞപ്പനായിരിക്കും കാണണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. കുഞ്ഞപ്പനോ? നാട്ടുകാരെല്ലാം പറയുന്നത് കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. നമസ്കാരം കുഞ്ഞപ്പ. ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. ഇതെന്റെ ഏടത്തി ദേവകി. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഒരു തുണി ഉടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടുകാർ പറയില്ലേ തുണി ഉടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. രക്ഷയിലല്ല ഇങ്ങനെയാന്ന്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. അതുകൊണ്ട് ഈ സിനിമയിലെ പേരെല്ലാം പറയാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് മകൻ ദിനേശനോട് നിൽക്കുന്നുണ്ട്, മകള് നളിനിയുണ്ട്. അപ്പോൾ ഇതുവരെ തമ്പായമ്മ അഭിനയിച്ച സിനിമകളുടെ പേര്, അതിൽ ഏതെങ്കിലും കഥാപാത്രത്തിൻ്റെ പേരുണ്ടെന്ന് അതും കൂടെ ഒന്ന് പറയുന്നു. ഏകദേശം 15ഓളം സിനിമയും 5ഓളം 6ഓളം ഷോർട്ട് ഫിലിമും 2 വെബ് സീരീസും അമിത് എടുത്തവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷം പ്രധാനമായിട്ടും പറയേണ്ടത് എന്നോട് കുഞ്ഞപ്പൻ, ഇന്നത്തെ കേസോട് എന്ന 2 സിനിമയാണ് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു സിനിമ ഉടലിനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സിനിമയുണ്ട്, ഒരു ജാതി ജാതകം. ബാക്കിയുള്ള ചെറിയ ചെറിയ റോളുകളിൽ പക്ഷെ എന്നാലും ആര് കണ്ടാലും വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച്. സിനിമയെക്കുറിച്ച് അത്ര മാത്രമേ പറയാനുള്ളൂ. ഷോർട്ട് ഫിലിമിനെ കുറിച്ച് അമ്മയുടെ ഷോർട്ട് ഫിലിമിൽ ഒരു പ്രത്യേക ഷോർട്ട് ഫിലിമിൽ കാവുളക്കണ്ടി ഒരു പ്രേതത്തിന്റെ കഥയാണ്. അത് ഒത്തിരി ആൾക്കാർ കണ്ടതാണ്. അതുപോലെ ഒന്നിരിക്കും, ഒരു ഭ്രംശം, അങ്ങനെ ഉണ്ട്. പേര് എണ്ണി പറയുന്നത് പാർവമ്മ നട്ട പാർവത്തിൽ നിന്ന് എടുത്തിട്ട് കുറേ കാലമായി. അത് ഇതുവരെ ഇറങ്ങിയില്ല. അതുപോലെ ഭ്രംശം ഇറങ്ങിയില്ല. അവരെ ഇനി നിർമ്മാണങ്ങൾ കിട്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അവരെല്ലാം ഇറങ്ങാനുണ്ടോ പറഞ്ഞു. ഒരു PPL, അതായത് വിജയരാഘവനാണ് നായകൻ, ഒരു അശോകൻ, എന്തിന് സണ്ണിവേൻ, അഖില, നിഖില നായിക. അത് നല്ലൊരു വെബ് സീരീസ്, നല്ല ഏറ്റവും കൂടുതൽ കൂടി ഇതാണ്. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് മുത്തശ്ശി. അതിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതേലും. അത് ഏകദേശം ഒരു 3 മാസത്തിലുള്ള ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 വെബ് സീരീസാണ് കഴിഞ്ഞത്. സിനിമയിൽ ഈ നാടൻ പാട്ട് പാടിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ പാടിയിന് മദനോത്സവത്തിൽ അവസാനം ഒരു പാട്ട് പാടി. ആ പാട്ട് ഓർമ്മയുണ്ടല്ലോ. ദേശം പാട്ട് ഒരു 3-4 വരി മതി, ഒന്ന് പാടും. പുള്ളിക്കാരിങ്കാളി തമ്പാറ്റമ്മ കറക്കൂലോമ്പാകും തമ്പൂരാനോ നായി നാരനും നാരയുമായി തമ്മിലടിയില്ലാതെ കലോമ പുഷ്കടലാസ മതി, അത്രയും മതി. ശരി, അപ്പോൾ ഇതാണ് സിനിമക്ക് പാടിയ പാട്ട്. ഇത് സിനിമയിൽ മദനോത്സവത്തിൽ പാടി. ഇനി ഒരു ചോദ്യം മാത്രം എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? കുറേ ഭർത്താവ് പറഞ്ഞില്ലാണ് ഒരു ജാതി ജാതകത്തിൽ. അത് വിനീതിൻ്റെ അക്ഷമയായിട്ട് അഭിനയിച്ചത്. അതിൽ കുറേ സംസാരിച്ചു. ആരല്ല എൻ്റെ കൂടെ വരുന്നത്? ഞാനില്ലാതെ ഞാനുണ്ട്. ആന്നും ശരിയല്ല. അതോ അമ്മാവന് പെണ്ണ് നോക്കാൻ മരുമോളാ പോവുക. ആന്ന് ഇത് എടുത്ത പഠിപ്പാന്ന്
അയിറ്റ പായ്യാരൊന്നും ഈട വേണ്ടേ നൂനും കൂടെ പോയിക്കോട്ടെ ഹേമേ. ഒരു ബൈക്ക് പോകുമ്പോ 3 ആള് പോയാ മൂളിക്കൊണ്ട് വരുന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ 4 ആള് പോയാ നക്കിക്കൊണ്ട് വരുന്ന അച്ഛമ്മേ. നീ പാടാ. റിലീസ് ചെയ്യാൻ സിനിമയില്ല, ഒരു വെബ് സീരീസ് മാത്രമേ ഉള്ളൂ. പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് മനസ്സിലായില്ലേ? ആ ആരാ പ്രസിഡന്റ്? നമ്മള് പീതാംബരൻ. പീതാംബരൻ ഞാനല്ലേ? ഞാനല്ല പ്രസിഡന്റ്. പ്രസിഡന്റ് മാളവിക. മാളവിക. പിന്നെ വൈസ് പ്രസിഡന്റ് ആരാ? മാളവിക. പ്രസിഡന്റ് മാളവിക, വൈസ് പ്രസിഡന്റ് ഹരിഹരൻ. ഞാൻ പഠിപ്പിച്ച നീ പാടാ. ഞാൻ ചെയ്തോണ്ട് കൊറേ കൊല്ലായി ഈ പരിപാടി തുടങ്ങി. ഇവിടെ ഒപ്പിടണേ. ഇത് പ്രസിഡന്റിനുള്ളത്, ഇത് വൈസ് പ്രസിഡന്റ്. മനസ്സിലായോ? ഓ മനസ്സിലായി. പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് മാളവിക, വൈസ് പ്രസിഡന്റ് ഹരിഹരൻ. ആള് സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. കല്ല് ചെറുതായിട്ടൊന്നും മാറി. കോട്ട് കുഞ്ഞപ്പയ്ക്ക് പോയി. ഞാൻ 100 വട്ടം ചോദിച്ചല്ലേ നിങ്ങളുടെ കണ്ണും കാതൊക്കെ ഓക്കെ ആണോന്ന്? അല്ലതല്ലേ? ഞാൻ വേണമെങ്കിലും ഒന്നും കൂടെ ഊട്ട് ചെയ്യാം. തമ്പായി അമ്മ കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും പല സ്ഥലത്തുനിന്നും അങ്ങനെ അംഗീകാരവും പുരസ്കാരവും കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ എഴുതുന്നൊന്ന് ഒന്ന് പറയുമോ? കുറെ പോഗ്ലാൻഡ് വക 2-3 ആളിനും കിട്ടി. പിന്നെ ക്ലബ്ബ് വക കുറേ ദിക്കിലിനും കിട്ടി. പിന്നെ ഇങ്ങനെ ഓരോരോ ദിക്കിൽ ഓരോരോ ഇത് ഉണ്ടുമ്പോൾ അവിടെ വിളിച്ച് ഇങ്ങനെ അമ്പലങ്ങളിൽ കൂടി കൊണ്ടുപോയി വിളിച്ചിട്ട് അവിടെ നല്ല ആദരവ് അംഗീകാരം എല്ലാം കിട്ടിയിട്ടുണ്ട്. അതേ കിട്ടിയിട്ടുണ്ട്. ഭർത്താവ് മുമ്പേ മരിച്ചല്ലോ, അവര് പേരെന്താണ്? പേര് തിരുവണ്ട. ദിനേശ് വളരെ ചെറുപ്പത്തിലേ മരിച്ചു അല്ലേ? മൂത്ത തന്നെ ആയതുകൊണ്ട് കൂടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ദിനേശ് നന്ന ചെറുതായിരിക്കും. അപ്പോൾ ആ സമയത്ത് അയ്യോ ചെറുപ്പത്തിൽ ഓന് 3 വയസ്സായതേ ഇല്ലു. ഓന് 3 വയസ്സായതേ മരിച്ചു. ഇല്ലാഞ്ഞിട്ട് തമ്പായി അമ്മയുടെ 2 മക്കളാണിത്. മൂത്തത് നളിനി, ദിനേശ് വീടിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്. മകൻ ദിനേശൻ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ 2 പേരാണ് മക്കളിൽ. പിന്നെ 2 മക്കൾക്കും ഈ 2 മക്കളാണുള്ളത്. കേട്ടിട്ട് തമ്പായി അമ്മയുടെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ അതെന്താണ്? അത് പ്രതീക്ഷ ഒന്ന് കാര്യമായിട്ട് മമ്മൂട്ടീനെ കാണുന്നുണ്ട്, മോഹൻലാലിന്. ഇങ്ങനെ ഇവരെ 4 കണ്ടാൽ മതി. അവരൊന്നും അഭിനയിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. ഇവർക്ക് കാണണമെന്നില്ല ഭയങ്കര ആഗ്രഹം. ഒരു 10 കൊല്ലമായി ആ മനസ്സിലത് തോന്നിയിട്ട് ഒന്ന് കണ്ടു. മരിക്കുന്നതിന് കൂടെ ഇവർക്ക് കാണുമെന്നില്ല ഒരു ആഗ്രഹം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.